ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ആരോഗ്യ കായിക വിദ്യാഭ്യാസം നോക്കാം അല്ലേ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾ നടത്തപ്പെടുന്ന പ്രതലം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പ്രതലമാണ്? അതെ, സിന്തറ്റിക് ആണ് അല്ലെ. ആൻസർ എന്താണ്? സിന്തറ്റിക്. നെക്സ്റ്റ് നോക്കൂ, ലിഗമെന്റിന് സംഭവിക്കാവുന്ന പരിക്ക് ഏത്? ലിഗമെന്റിന് സംഭവിക്കാവുന്ന പരിക്ക് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അതെ, ഓപ്ഷൻ ബി സ്പ്രെയിൻ ആണല്ലേ. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്പ്രെയിൻ. നെക്സ്റ്റ് നോക്കാം, കായിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായി നടത്തേണ്ട പ്രവർത്തനം ഏത്? വാമിംഗ് അപ്പ്. ആൻസർ എന്താണ്? വാമിംഗ് അപ്പ്. കായിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായി നടത്തേണ്ട പ്രവർത്തനം ഏതാണ്? അതെ, വാമിംഗ് അപ്പ് ആണ് അല്ലേ. ആൻസർ എന്താണ്? വാമിംഗ് അപ്പ്. ശരീരഘടന നിർവചിക്കുന്നതിനുള്ള മാർഗം ഏത്? ശരീരഘടന നിർവചിക്കുന്നതിനുള്ള മാർഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, ഓപ്ഷൻ എ ആണല്ലേ, BMI. ആൻസർ ഓപ്ഷൻ എ, BMI. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരീരപോഷണത്തിന് സഹായിക്കുന്ന പോഷക ഘടകമാണ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരീരപോഷണത്തിന് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ്? അതെ, മാംസ്യമാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, മാംസ്യം. ഓക്കെ, 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ വിവിധ പ്രതലങ്ങളും അതിന് അനുയോജ്യമായ കായിക ഇനങ്ങളും രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഏതാണോ എഴുതിയിട്ടുള്ളത്, യെസ്, നിങ്ങൾ എഴുതിയിട്ടുള്ളത് ഏതാണെങ്കിലും നിങ്ങൾക്ക് ശരിയായ ഉത്തരമാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലേ കോർട്ട് എഴുതാം. ഫുട്ബോൾ, ടെന്നീസ്, ഗോഗോ. പുൽമൈതാനം, ഫുട്ബോൾ, ടെന്നീസ്, ക്രിക്കറ്റ്. സിന്തറ്റിക്, അത്ലറ്റിക്സ്, ഷട്ടിൽ, ബാഡ്മിൻ്റൺ. തടി പ്രതലം, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഷട്ടിൽ, ബാഡ്മിൻ്റൺ. ടർഫ്, ഫുട്ബോൾ, റഗ്ബി, ഹോക്കി. മാറ്റ്, കബഡി, ജൂഡോ, ഗുസ്തി. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ളവരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കായിക പ്രവർത്തനങ്ങളിലൂടെ നേടാവുന്ന മൂല്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാമാണ്? അതേ, സമത്വം, അതുപോലെ തന്നെ പരസ്പര സഹകരണം, ഉൾച്ചേരൽ, കൂട്ടായ്മ, ജീവിത നൈപുണ്യം ആർജിക്കൽ, ശാരീരിക ശേഷി കൈവരിക്കൽ. എന്തൊക്കെയാണ്? സമത്വം, പരസ്പര സഹകരണം, ഉൾച്ചേരൽ, കൂട്ടായ്മ, ജീവിത നൈപുണ്യം ആർജിക്കൽ, ശാരീരിക ശേഷി കൈവരിക്കൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പേശി വലിവ് എന്നാൽ എന്തെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പേശി വലിവ്? എന്താണ് കൂട്ടുകാരെ പേശി വലിവ്? അതെ, പേശികളുടെ സങ്കോചവും വികാസവും നടക്കുന്നതിലൂടെയാണ് ചലനങ്ങൾ സാധ്യമാകുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വേദനാജനകവും അനൈച്ഛികവുമായ സങ്കോചം പേശികളിൽ സംഭവിക്കുന്നു. ഇതാണ് പേശി വലിവ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിറ്റ് എന്ന കളിയിലൂടെ ആർജിക്കുന്ന നേട്ടങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നേട്ടങ്ങൾ? അതെ, ഉല്ലാസം, അതുപോലെ തന്നെ ആശയവിനിമയ ശേഷി, നേതൃത്വ ഗുണപാഠവം, പരസ്പര ധാരണ. മാനസികോല്ലാസം, ആശയവിനിമയ ശേഷി, നേതൃഗുണപാഠവം, പരസ്പര ധാരണ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യം എന്താണ്? യോഗ ഒളിമ്പ്യാഡ് എന്താണെന്ന് വിശദമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ലോക ഒളിമ്പ്യാഡ്. എന്താണ് ലോക ഒളിമ്പ്യാഡ്? രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് യോഗത്തിൽ പ്രതിഭാധനരായ കുട്ടികളെ കണ്ടെത്തി പരിപോഷിക്കുന്നതിനു വേണ്ടി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് എന്ത്? യോഗ ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11, 12 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രഥമ ശുശ്രൂഷയിലെ പ്രൈസ് എന്നാൽ എന്ത്? വിശദീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. P എന്താണ്, R എന്താണ്, I എന്താണ്, C എന്താണ്, E എന്താണ് എന്നാണ് എഴുതേണ്ടത് അല്ലേ. P എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, പ്രൊട്ടക്റ്റ്, അതായത് പരിക്കിൻ്റെ കാഠിന്യം കൂടാതെ സംരക്ഷിക്കുക. R റെസ്റ്റ്, വിശ്രമിക്കാൻ അനുവദിക്കുക. I ഐസ്, പരിക്കേറ്റ ഭാഗത്ത് തുണിയിൽ പൊതിഞ്ഞ് ഐസ് വയ്ക്കുക. C കംപ്രസ്, പരിക്കേറ്റ ഭാഗം ദൃഢമായ തുണിയോർ ബാൻഡേജ് കൊണ്ട് അമർത്തിക്കെട്ടുക. E എന്താണ്? എലിവേറ്റ് അല്ലേ, അതായത് നീര് കുറയ്ക്കുന്നതിനായി പരിക്കേറ്റ ഭാഗം ഉയർത്തി വയ്ക്കുക.
ഓക്കെ, then 12ാമത്തെ ചോദ്യം നോക്കിയാലോ. ആരോഗ്യ സംബന്ധമായ കായികക്ഷമതാ ഘടകങ്ങളുടെ പദസൂര്യൻ പൂരിപ്പിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, ആരോഗ്യ സംബന്ധമായ കായികക്ഷമതാ ഘടകങ്ങൾ. പേശീക്ഷമത എന്ന് നൽകിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ നമുക്ക് എഴുതാം? അതെ, ഹൃദയ ശ്വസനക്ഷമത എഴുതാമല്ലേ. ദെൻ പേശി ശക്തി എഴുതാം, അയവ്, ശരീര അനുപാതം. എന്തൊക്കെയാണ്? ഹൃദയ ശ്വസനക്ഷമത, പേശി ശക്തി, അയവ്, ശരീര അനുപാതം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കലാവിദ്യാഭ്യാസമാണല്ലേ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? 1886 ജോർജ് സൂറയും പോൾ സിഗ്നേക്കും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ചിത്രരചനാ ശൈലിയാണ്. ഇതിലേതാണ്? അതെ, പോയിന്റലിസം ആണല്ലേ. ആൻസർ എന്താണ്? പോയിന്റലിസം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഒരു അനുഷ്ഠാന നൃത്തരൂപത്തിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ നൃത്തരൂപത്തിന്റെ പേരെന്ത്? ചിത്രം നോക്കി നമുക്ക് മനസ്സിലായില്ലേ ഏതാണ്? അതെ, തെയ്യമാണല്ലേ. ആൻസർ എന്താണ്? തെയ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ പ്രശസ്ത നാടൻപാട്ടു കലാകാരിയുടെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ ഗായിക ആര്? എല്ലാവർക്കും അറിയാമല്ലേ. ആരാണ്? അതെ, നഞ്ചിയമ്മയാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, നഞ്ചിയമ്മ. ദെൻ 4ാമത്തെ ചോദ്യം. ദൃശ്യം ചിത്രീകരിക്കുന്നതിന് സഹായകമായി വരയ്ക്കുന്ന ചിത്രങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? അതെ, സ്റ്റോറി ബോർഡ് എന്നാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, സ്റ്റോറി ബോർഡ്. ദെൻ അഭിനയിക്കുന്ന ഇടം പൂർണ്ണമായും പ്രേക്ഷകരാൽ ചുറ്റപ്പെട്ട രംഗവേദിയാണ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതെ, സാൻഡ്വിച്ച് ആണ് അല്ലേ. ചുറ്റപ്പെട്ട രംഗവേദി എന്താണ്? അതിനെന്താ പറയുന്നത്? യെസ്, സാൻഡ്വിച്ച്. ആൻസർ സാൻഡ്വിച്ച്. ദെൻ 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഏതെങ്കിലും 2 സംഗീതജ്ഞരുടെ പേരെഴുതുക. ഏതെങ്കിലും 2 പേരുടെ പേരെഴുതിയാൽ മതി. ശ്യാമശാസ്ത്രികൾ, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ആരൊക്കെയാണ്? ശ്യാമശാസ്ത്രികൾ, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ. ദെൻ ഇന്ത്യയിലെ പ്രശസ്തമായ 2 ഗുഹാചിത്രങ്ങളുടെ പേരെഴുതുക. നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, അജന്ത ഗുഹാചിത്രങ്ങൾ എഴുതാം, ബാഗ് ഗുഹാചിത്രങ്ങൾ, ബദാമി ഗുഹാചിത്രങ്ങൾ. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ 8ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി ഭാവം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ എ ചിത്രം ഏതാണ്? അതെ, സന്തോഷമാണ്. ബിയോ? യെസ്, സങ്കടമാണ് അല്ലേ. എ സന്തോഷം, ബി സങ്കടം. ദെൻ മൂവിങ് പിക്ചർ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതുക. മൂവിങ് പിക്ചർ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൂവിങ് പിക്ചർ എന്നാൽ എന്താണ്? സിനിമ. ഏതെങ്കിലും സിനിമയുടെ പേര് എഴുതിയാൽ മതി അല്ലേ. മൂവിങ് പിക്ചർ എന്താണ്? ആ സിനിമയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് എഴുതാവുന്നതാണ്. ദെൻ 10ാമത്തെ ചോദ്യം. പാവനാടകത്തിലുള്ള വിരൽ പാവയെക്കുറിച്ച് അറിയാമല്ലോ. മറ്റേതെങ്കിലും 2 പാവനാടകത്തിൽ ഉപയോഗിക്കുന്ന പാവകളുടെ പേരെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? അതെ, വടിപ്പാവ, കയ്യുറപ്പാവ, നൂൽപ്പാവ. അപ്പോൾ ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, വിരൽപ്പാവ, കയ്യുറപ്പാവ, നൂൽപ്പാവ. നെക്സ്റ്റ് നോക്കൂ. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം. പ്രശസ്ത കഥകളി നടൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാന്റെ നവരസങ്ങളുടെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നവരസങ്ങളിൽ ഏതു രസമാണ് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. രൗദ്രം, അത്ഭുതം, ഭയാനകം, ശാന്തം, ശൃംഗാരം. അപ്പൊ ഏതാണ്? നമുക്ക് നോക്കാം. എ ശാന്തമാണല്ലേ. ആൻസർ എന്താണ്? എ ശാന്തം. ദെൻ ബി ശൃംഗാരം, സി രൗദ്രം, ഡി ഭയാനകം, ഇ അത്ഭുതം. ഈ രീതിയിൽ തന്നെയല്ലേ നിങ്ങളും എഴുതിയിട്ടുള്ളത്. ഓപ്ഷൻ എ ശാന്തമാണ്, ബി ശൃംഗാരം, ദെൻ സി രൗദ്രം, ഡി ഭയാനകം, ഇ അത്ഭുതം. ദെൻ 12ാമത്തെ ചോദ്യം. സന്ധ്യാസമയത്ത് അച്ഛനമ്മമാരോടൊപ്പം കടൽ തീരത്തെത്തിയ മിക്കു ആകാശത്തിലെ നിറവ്യത്യാസങ്ങൾ കണ്ട് സന്തോഷവാനായി. ഈ ആകാശക്കാഴ്ച ചിത്രീകരിച്ച് നിറം നൽകുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചിത്രം വരച്ച് മനോഹരമായി വരച്ച് നിറം കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സംഘഗാനാലാപനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവ? ഏതെങ്കിലും 5 എണ്ണം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സംഘഗാനാലാപനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
ശബ്ദ ഏകീകരണം, അതുപോലെ തന്നെ ഉച്ചാരണ ശുദ്ധി, താളം, സംഘബോധം, അനുയോജ്യമായ ശ്രുതി, കൃത്യമായുള്ള സമയക്രമം. ഇതിലേതെങ്കിലും 5 എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ദെൻ 14ാമത്തെ ചോദ്യം, പുലിക്കളിയുടെ മുഖംമൂടി കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന 5 മുഖംമൂടികൾ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 5 മുഖംമൂടികളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? ജോക്കർ, സ്പൈഡർമാൻ, പടയണി, കുമ്മാട്ടി, ചൗമാസ്ക്, ഇതിലേതെങ്കിലും 5 നിങ്ങൾ ഇതിൽ എഴുതുക. ഓക്കെ. ദെൻ 15ാമത്തെ ചോദ്യം, സിനിമയും നാടകവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സിനിമയും നാടകവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? സിനിമ എന്താണ്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്നു. നാടകമോ? നാടകം പ്രേക്ഷകനുമായി നേരിട്ട് സംസാരിക്കുന്നു. ദെൻ സിനിമയിൽ കൂടുതൽ ഭംഗിയാക്കാൻ കൂടുതൽ എഡിറ്റിംഗ് സാധ്യതകളുണ്ട്. നാടകം ഓരോ വേദിയിലും വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ അവസരമുണ്ട്. സിനിമ ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു. സിനിമയിൽ അനിമേഷൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 5 എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് തൊഴിലുത്കൃതിത വിദ്യാഭ്യാസമാണല്ലേ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാലഡുകൾ പോഷക സമൃദ്ധമാക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, മൈക്രോ ഗ്രീനുകളാണ് അല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, മൈക്രോ ഗ്രീനുകൾ. ദെൻ നാരുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അത് പരുത്തിയാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, പരുത്തി. ദെൻ വെർട്ടിക്കൽ ഫാമിങ്ങിൽ സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ദ്രവരൂപത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരെന്ത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഫെർട്ടിഗേഷൻ ആണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഫെർട്ടിഗേഷൻ. ആൻസർ ഓപ്ഷൻ ഡി, ഫെർട്ടിഗേഷൻ. ദെൻ 4ാമത്തെ ചോദ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി രൂപയാണ്. യുവാൻ കറൻസിയായി ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? യുവാൻ കറൻസിയായി ഉപയോഗിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് യുവാൻ കറൻസിയായി ഉപയോഗിക്കുന്ന രാജ്യം? അതെ, ചൈനയാണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ചൈന. ദെൻ സ്ട്രോ ബോർഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രോ ബോർഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ്? അതെ, വൈക്കോൽ പൾപ്പാണല്ലേ. എന്താണ് ആൻസർ? വൈക്കോൽ പൾപ്പ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അതിൽ 6ാമത്തെ ചോദ്യം, മുകളിൽ തന്നിരിക്കുന്ന വാൾ ഹാങ്ങിങ് നിർമ്മിക്കാൻ ആവശ്യമായ 4 സാധന സാമഗ്രികളുടെ പേരെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? അതെ, മുള അല്ലെങ്കിൽ കമ്പ്, അതുപോലെ തന്നെ മുത്ത്, ചിരട്ട ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ മുകൾ ഭാഗം, പേപ്പർ കപ്പ്, അതുപോലെ തന്നെ വുളൻ നൂല്, ഇവയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാചക മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോളിസ്റ്റർ വസ്ത്രം ധരിച്ചു വന്ന മനുവിനോട് ടീച്ചർ പരുത്തി വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട്? കാരണം വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അതെ, പോളിസ്റ്റർ തീയുടെ സാന്നിധ്യത്തിൽ പെട്ടെന്ന് ഉരുകി ദേഹത്ത് ഒട്ടുന്നു. എന്നാൽ പരുത്തി വസ്ത്രങ്ങൾ എന്താണ്? പെട്ടെന്ന് കത്തുകയില്ല, ദേഹത്ത് ഉരുകി ഒട്ടിപ്പിടിക്കുകയുമില്ല. ഓക്കെ. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 8ാമത്തെ ചോദ്യം നോക്കൂ. ബിനുവിൻ്റെ സ്കൂളിൽ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, കണ്ടെയ്നറിൻ്റെ അടിവശത്ത് എന്താണ്? ചകിരി ബെഡ് തയ്യാറാക്കുക. ദെൻ മുകളിൽ നേർത്ത പാളി തരിമണൽ വിതറുക. ദെൻ ചകിരിച്ചോർ നിരത്തുക. ജൈവ അവശിഷ്ടം നിക്ഷേപിച്ച് 15 ദിവസത്തിന് ശേഷം ആവശ്യത്തിന് മണ്ണിരകളെ നിക്ഷേപിക്കുക. 9ാമത്തെ ചോദ്യം, യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. നിങ്ങൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്ര തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ബ്രോഷർ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതെ, വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ സവിശേഷത, അതുപോലെ തന്നെ എന്താണ്? ചരിത്രം, കാഴ്ചകൾ, എങ്ങനെ എത്തിച്ചേരാൻ, ഇതിൻ്റെ എന്തൊക്കെ സൗകര്യങ്ങൾ അല്ലേ, അതായത് ഭക്ഷണം, കൗതുകങ്ങൾ, താമസ സൗകര്യങ്ങൾ, ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനുയോജ്യമായവ ചേർത്ത് എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? അതെ, പാച്ച് വർക്ക് അല്ലേ. എ, പാച്ച് വർക്ക്. ദെൻ ബിയോ, സ്വിച്ച് ആണല്ലേ. ദെൻ സി, റൈറ്റിംഗ് ബോർഡ്. ദെൻ ഡി ഏതാണ്? ബൾബ് അല്ലേ, ബൾബ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 11ാമത്തെ ചോദ്യം, ചെലവ് കുറഞ്ഞതും പോഷക സമ്പുഷ്ടവുമായ മൈക്രോ ഗ്രീനുകൾ വളർത്തിയെടുക്കാൻ ആവശ്യമായ സാമഗ്രികൾ ലിസ്റ്റ് ചെയ്ത് പ്രവർത്തന ഘട്ടം വിവരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ്, യെസ്, മൈക്രോ ഗ്രീനുകൾ വളർത്തിയെടുക്കാൻ ആവശ്യമായ വസ്തുക്കൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 1 മാർക്ക് കിട്ടുന്നതാണ്. ഇനി അതിൻ്റെ പ്രവർത്തനഘട്ടം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്ക് കിട്ടുന്നതാണ്. അങ്ങനെ 3 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദെൻ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. അഖിൽ സ്വന്തമായി നിർമ്മിച്ച റൈറ്റിംഗ് ബോർഡ് നിങ്ങൾ കണ്ടില്ലേ? റൈറ്റിംഗ് ബോർഡ് നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ എന്തെല്ലാം, നിർമ്മിക്കുന്ന വിധം വിവരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അതിന്റെ പ്രവർത്തനം കൂടി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.